ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഈ ദുന്യാവ് കഴിഞ്ഞാൽ പിന്നെ അസ്തമിച്ചു. നമ്മുടെ എല്ലാ സുഖ ആസ്വാദനങ്ങളും ഇതോടുകൂടി തീരാൻ. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. മുഅ്മിനായ മനുഷ്യന് മാത്രമല്ല, ലോകത്തെ ഏത് മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാലും മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു, ഒരു മനുഷ്യനെ ഖബർ പിളർന്ന് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പലകയിട്ടുകൊണ്ട് മണ്ണിട്ടുകൊണ്ട് ജനങ്ങൾ മൂടി പുറത്തേക്ക് പോകുമ്പോ ഖബറിൽ ആദ്യമായി അവനെ കണ്ടുമുട്ടുന്നതായ അഭിമുഖീകരിക്കേണ്ട വസ്തു എന്താണ്? ആദ്യമായി അവനെ കണ്ടുമുട്ടുന്നത് എന്തിനെയാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, പ്രിയപ്പെട്ട അനുചരനോട്, സ്വഹാബിയോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ്, ഇന്ന് വരെ നീയല്ലാതെ ഇതുവരെ ഒരു ചോദ്യം ഇതിനെ കുറിച്ച് ഒരാളും ചോദിച്ചിട്ടില്ല. ഇതൊരു വല്ലാത്ത ചോദ്യമാണ് ഇബ്നു മസ്ഊദേ, അതിനെ കുറിച്ച് നിനക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തരട്ടെ. അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ആദ്യമായ ഖബറിലേക്ക് പ്രിയപ്പെട്ട പിതാവിനെ, പ്രിയപ്പെട്ട മാതാവിനെ, സഹോദരനെ, സഹോദരനെ കൊണ്ടുപോയ ഖബർ പിളർത്തിയിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ, ആ ഖബറിൽ മണ്ണിട്ടുകൊണ്ട് മൂടിയിട്ട് തിരിച്ചു പോകുമ്പോ ഖബറിൽ ആദ്യമായി വരുന്നത് ആരെന്നറിയുമോ? മലക്കാണ്. അത് മുൻകറല്ല, നക്കീറല്ല. ആദ്യമായി ഖബറിലേക്ക് വരുന്ന മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന മലക്ക് ഖബറിലേക്ക് വരുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖബറാളിയെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അവനോട് പറയുകയാണ്, യാ ഇബ്ന ആദം ഉക്തുബ് അമലക. അല്ലാഹുവിന്റെ ദാസായ ആദം നബിയുടെ പൊന്നുമോനല്ലേ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മകളും എല്ലാ തിന്മകളും രേഖപ്പെടുത്തണേ. ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് അവനോട് ആദ്യമായിട്ട് പറയുകയാണ്, ഉക്തുബ് അമലക. നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ
ഏതെല്ലാം തിന്മകളുണ്ടോ പരിപൂർണമായി എഴുതണേ. ഫയഖൂലുൽ അബ്ദു, ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വിറയ്ക്കുന്ന മനുഷ്യനവനെ പറയുകയാണ്, മാ മഈ ദവാതുൻ വലാ ഖിർതാസുൻ വലാ ഖലമുൻ, എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ, എന്റെ കയ്യിൽ എഴുതാൻ കടലാസ് ഇല്ലല്ലോ, ഞാൻ എന്തിലാണ് രേഖപ്പെടുത്തുക, എന്തുകൊണ്ടാണ് രേഖപ്പെടുത്തുക? മാ മഈ ദവാതുൻ വലാ ഖിർതാസുൻ വലാ ഖലമുൻ, പേനയില്ലാതെ മഷിയില്ലാതെ കടലാസില്ലാതെ എന്തിനാണ് ഞാൻ രേഖപ്പെടുത്തുക എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യനാ റഹ്മാൻ എന്ന മലക്കിനോട് ചോദിക്കുമ്പോ, തിരൂരിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, നാളെ ഞാനും നിങ്ങളും മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ട് ഖബറിന്റെ സമീപത്ത് നിന്ന് പോകുമ്പോ ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതായ, നേരിട്ട് കാണേണ്ടി വരുന്നതായ രംഗമാണ്. ഫയഖൂലു മലക്കു, റഹ്മാൻ എന്ന മലക്കവനോട് പറയുകയാണ്, കഫനുക ഖിർതാസുക വമിദാദുക റിഖുക വൈസ്ബഉക ഖലമുക. വാചകമടി നിർത്തടാ, നിന്റെ കൈയാണ് ഇനി മുതൽ നിനക്കുള്ള പേന, നിന്റേതാകുന്ന കടലാസ്, നിന്നിൽ പൊതിഞ്ഞിരിക്കുന്നതാകുന്ന കഫം പുടവയാണ്. 3 തുണി കഫം പുടവയില്ല, അതാണ് നിനക്കുള്ളതാകുന്ന കടലാസ്. നിന്റെ വായിലുള്ള ഉമനീരില്ലയോ, അതാണ് നിന്റെ മഷികൾ. നിന്റെ വായിലൂടെ ഓടിക്കളിക്കുന്നതാകുന്ന ഉമനീരുകളെ മഷിയാക്കി മാറ്റുകയാണ്. നിന്റെ വിരലിന്റെ തുഞ്ചത്തെ ഈ പേനയാക്കി മാറ്റുകയാണ്. ഈ വിരലിനെ മുക്കിക്കട്ട് ഉമനീരിലേക്ക് മുക്കിയിട്ട് മഷി മുക്കിയെടുത്തുകൊണ്ട് നിന്റെ കഫം പുടയിലേക്ക് സർവ്വതും രേഖപ്പെടുത്തണേ. ഉക്തുബ അമലക, നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മ തിന്മകളും നീ രേഖപ്പെടുത്തൽ നിർബന്ധമാണ്. എത്ര തിന്മകളാണ് ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ളത് ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ട ഉപ്പമാരെ? ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ? ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ട ഉമ്മ? ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ട ഉപ്പ? എല്ലാ ഖബറിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് രേഖപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിൽ നിനക്ക് എഴുത്തുകാരായിട്ട് കൂട്ടുകാരുണ്ട്, നിനക്ക് സായികളായിട്ട് നിന്റെ സേവകന്മാരുണ്ട്. എഴുത്തും വായനയും അറിയാത്തതാകുന്ന പണക്കാരനാകുന്ന മുതലാളിക്ക് അവന്റെ സേവകനായിട്ട് ആളുകളുണ്ട്. ഒരാൾ പോലും ഖബറിലില്ല. എത്ര എഴുത്തറിയാൻ വയ്യാത്തവനും ഖബറിൽ നിന്നുകൊണ്ട് എഴുതുമത്രേ. അവൻ ചിന്തിക്കുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയതാകുന്ന തെറ്റുകുറ്റങ്ങൾ എത്രമാത്രമാണ്. പ്രായപൂർത്തി എത്തിയതാകുന്ന തലം മുതൽ തന്നെ കണക്കാക്കിയാൽ കള്ളു കുടിച്ചവനല്ലേ, വ്യഭിചരിച്ചവനല്ലേ. സിനിമ എത്രയാണ് കണ്ടു തീർത്തത്, എത്ര സീരിയലുകളാണ് പെങ്ങളെ നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു തീർത്തത്. ഏതെല്ലാം ഹറാമായ സിനിമകളാണ് രാത്രിയുടെ യാമങ്ങൾ WWE അടിച്ചുകൊണ്ട് അസീരി ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നത്. ഏതെല്ലാം ഹറാമായ തലത്തിലേക്ക് ഈ കൈകൾ കൊണ്ടുപോയതാണ്. ഏതെല്ലാം ഹറാമായ തലത്തിലേക്ക് കാലുകൾ കൊണ്ട് നടന്നവനാണ്. ഏതെല്ലാം അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ നാവ് കൊണ്ട് നടത്തിയവനാണ്. ഏതെല്ലാം മോശപ്പെട്ടതാകുന്ന ചിന്തകൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് തീർത്തവനാണ്. എല്ലാ ഹറാമായ പ്രവർത്തനങ്ങളും അക്ഷരം പ്രതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. ഒരാൾ പോലെ തുണയില്ലാതെ ഖബറിൽ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് കഫം പുടയിലേക്ക് ഉമനീര് മഷിയാക്കി അതിലേക്ക് തന്റെ വിരലിന്റെ തുഞ്ചം പേനയാക്കി വെച്ച് കഫം പുടയിലേക്ക് പരിപൂർണമായി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. ഒരൊറ്റ ദിവസം ചെയ്തതാകുന്ന തിന്മകളെ പോലെ പരിപൂർണമായി കഫം പുടയിലേക്ക് എല്ലാം അടയാളപ്പെടുത്തുകയാണ്. ഒന്നുപോലും വിട്ടുപോവുകയില്ല. ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പരിപൂർണമായി രേഖപ്പെടുത്തുകയാണ്. എല്ലാം അവന്റെ മനസ്സിനകത്തളങ്ങളിലേക്ക് ഓർമ്മ വരുകയാണ്. ഇന്ന് വരെ മനസ്സിലേക്ക് അന്നെന്ന കാര്യങ്ങൾ ഓർമ്മ വരാത്ത മനുഷ്യൻ ഖബറിരുന്നു കൊണ്ട് പ്രായപൂർത്തിയെത്തിയ തലം മുതൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മ തിന്മകളും എഴുതുകയാണ്. ഒരാളും അവനെ സഹായിക്കാനില്ല. എഴുതി തീരുമ്പോ മലക്ക് കടന്നു വരുകയാണ്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു
യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റാ കിതാബക ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഈ ദുനിയാവിൽ സുകൃതങ്ങൾ അനുഷ്ഠിച്ചവരെ, ഈ ദുനിയാവിൽ തിന്മകൾ ചെയ്തിട്ടുള്ളവരെ, എല്ലാ നന്മ തിന്മകളും കഫംപുടയിലേക്ക് രേഖപ്പെടുത്തി കഴിയുമ്പോ ആ കഫംപുടവ ചുരുട്ടിയിട്ട് നാളെ ഇതാ മഹ്ശറിലേക്ക് പോകുന്നവന്റെ തോളിലേക്ക് അല്ലാഹു മലക്കുകൾ മുഖേന വെച്ചു കൊടുക്കുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടയാളപ്പെടുത്തിയത്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ. ഈ ദുനിയാവിൽ സുകൃതം ചെയ്തവനാണ് എങ്കിൽ അവനെ ചുരുട്ടപ്പെട്ട കഫംപുടവ അതാ മനോഹരമായ ഏടാക്കി ഒരു കിതാബാക്കിയവന്റെ വലത് കൈയിലേക്ക് അല്ലാഹു നൽകുകയാണ്. നന്മകൾ അധികരിപ്പിച്ചവരാണോ അവർക്ക് സന്തോഷമാണ്, സന്തോഷമാണ്. അവരുടെ വലത് കൈയിലേക്ക് ഏട് നൽകപ്പെടുകയാണ്. ഈ ദുനിയാവിൽ നീ എഴുതി തീർത്തതാകുന്ന, ഈ ദുനിയാവിൽ നീ ചെയ്തു വെച്ചതാകുന്ന സകല നന്മകളും ഖബറിൽ നിന്നുകൊണ്ട് എഴുതി വെച്ചതാകുന്ന കഫംപുടയിലേക്ക് രേഖപ്പെടുത്തി വെച്ചതായ അത് മുഴുവനും അല്ലാഹു ഒരു ഗ്രന്ഥമാക്കി നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നീ ചെയ്തത് തിന്മയാണോ? നിനക്ക് തിന്മകൾ അധികരിച്ച ജീവിതമാണോ ഈ ദുനിയാവിൽ ഉണ്ടായി തീർന്നത്? അതെല്ലാം കഫംപുടയിലേക്ക് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഒരു ദിവസത്തെ പോലും ഒഴിവുമില്ലാതെ എല്ലാം പരിപൂർണമായി എഴുതുകയാണ്. അത് മുഴുവനും ചുരുട്ടിയിട്ട് നിന്റെ തോളിലേക്ക് വെച്ച് തരുകയാണ്. അതാ ഇടത് കൈയിൽ കിതാബായിട്ട് അല്ലാഹു മാറ്റുകയാണ്. അത് നാളെ നിനക്ക് അല്ലാഹുവിന്റെ മുന്നിൽ വായിക്കപ്പെടാനുള്ള ഗ്രന്ഥമാണ്, ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഈ ദുനിയാവിൽ നീ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ, ഏതെല്ലാം നന്മകളുണ്ടോ, ഒന്നുപോലും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഒന്നും കളയപ്പെട്ടിട്ടില്ല. എല്ലാം പരിപൂർണമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അത് മുഴുവനും കൊണ്ടുവരുകയാണ്. ഇഖ്റാ കിതാബക, നീ നിന്റെ കിതാബ് വായിക്കണേ. ലോകരുടെ മുന്നിൽ അതാ ഉറക്കെ വായിക്കാൻ പറയുകയാണ്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഏറ്റവും വലിയ വിചാരണയുടെ ലോകത്തേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുപോകുകയാണ്. അവിടെ വെച്ച് എളുഭ്യനാകാതിരിക്കാൻ ദുനിയാവിൽ എന്തെങ്കിലും നന്മ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏട് വായിച്ചു നോക്കുമ്പോ ചെയ്തത് മുഴുവനും തിന്മയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തൊരു വഷളത്തലമായിരിക്കും. ഇവിടെ നിന്റെ കുടുംബക്കാരും ബന്ധുക്കളും മാത്രമല്ല, നിന്റെ അയൽവാസികളും നാട്ടുകാരും നിന്റെ ശത്രുക്കളും നിന്റെ മിത്രങ്ങളും എല്ലാവരും, നിന്റെ മക്കളും സന്താന പരമ്പരകളും സമൂഹവും നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും എല്ലാവരും കാണുകയാണ്. മഹ്ശറിൽ എല്ലാവരും ഉണ്ട്. അവരുടെ മുന്നിൽ വെച്ചാണ് ഏട് വായിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ശരിക്ക് ചോദ്യം ചെയ്താൽ കഴിഞ്ഞു, അവൻ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ല മരണം കൊതിച്ചോ, നല്ല മരണം കൊതിച്ചോ, നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനും കൊതിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മോമിനായ മനുഷ്യൻ എവിടെയാണോ അവനെ കൊണ്ടുവന്ന് ഖബറടക്കുക, തീർച്ചയായും മനസ്സിലാക്കിക്കോ, അവനെ അല്ലാഹു സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് അവിടെ നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എവിടെയാണ് ഖബർ വരിക, അവിടെ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത്. അല്ലാഹു നമുക്ക് നല്ല സ്ഥലങ്ങളിൽ ഖബറടങ്ങാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നമസ്കരിച്ചിട്ട് ജന്നത്തുൽ ബഖീയിലേക്ക് ഇറങ്ങി. തൊട്ടടുത്താണല്ലോ മദീന പള്ളിയുടെ അടുത്ത് തന്നെയാണ് ജന്നത്തുൽ ബഖീ, വിശാലമായ ഖബർസ്ഥാൻ. ഇന്ന് മോമിനീങ്ങൾ മരണപ്പെട്ടാൽ അവിടെ തന്നെയാണ് ഖബറടക്കുന്നത്. മക്കയിൽ ജന്നത്തുൽ മുഅല്ലയിൽ സ്ഥലം സൗകര്യമില്ല, എല്ലാവരെയും അവിടെ കൊണ്ടുപോയി അടക്കുകയില്ല. ഇപ്പൊ നിയമം മാറിയിട്ടുണ്ട്.
എന്നാൽ ജന്നത്തുൽ ബഖീയിൽ മദീനയിൽ മരിച്ച ഏതൊരു വ്യക്തിക്കും അവിടെ അടങ്ങാൻ അവസരമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇപ്പൊ ജന്നത്തുൽ ബഖീ ഒന്നുകൂടി വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് വീണ്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ അവിടെ നിന്ന് വീണ്ടും പുറകോട്ട് വീണ്ടും വിശാലമാക്കി വലിയ ഖബർസ്ഥാനമാക്കി മാറ്റി ജന്നത്തുൽ ബഖീ മദീനയിൽ. അല്ലാഹു നമുക്കവിടെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നബി തങ്ങളുടെ രണ്ട് ഭാര്യമാർ ഖദീജ ബീവിയും മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും രണ്ടുപേരും ഒഴിച്ച് ബാക്കിയുള്ളതാകുന്ന എല്ലാ ഉമ്മഹാത്തുൽ ഉമ്മനീങ്ങളും അന്തിവിശ്രമം ചെയ്യുന്ന മണ്ണാണ് ജന്നത്തുൽ ബഖീ. നബി തങ്ങളുടെ രണ്ട് മക്കൾ ഖാസിമും അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ അവരൊഴിച്ചുള്ള ബാക്കിയുള്ള മക്കൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മക്കളും അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന ഭൂമിയാണ് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീ. ആ ജന്നത്തുൽ ബഖീൽ ഒരിക്കൽ ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ കണ്ടു. ഏതോ ഒരു വ്യക്തിയുടെ ഖബർ തീർത്തിട്ട് അവരിങ്ങോട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം അവരുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ലിമൻ ഹാദൽ ഖബറു, ഇത് ആരുടേതാണ് ഈ ഖബർ? നിങ്ങളിപ്പോ ഖബർ കുഴിച്ച് ഒരാളെ അടക്കിയിട്ട് വരികയാണല്ലോ, അത് ആരുടേതാണ്? ഫഖാലു, ഉടനെ അവർ പറഞ്ഞു, ലിറജുലിൻ മിനൽ ഹബസ, അങ്ങകലെ എത്യോപ്യയിൽ നിന്ന് പരിശുദ്ധമായ മദീനയിലേക്ക് വന്ന് തങ്ങളുടെ കൈക്ക് പിടിച്ച് ഇസ്ലാമതം പുൽകിയതാകുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയെ. ഈ അടുത്ത് വന്ന് ഇസ്ലാമതം പുതുവിശ്വാസിയാണ്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഈ കൊണ്ടുവന്ന് ഖബറടക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ഒരു വാക്ക് പറഞ്ഞു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, ജഗന്നിയന്താവ്, പരിപാലകൻ, സർവേശ്വരൻ, സർവാധിപതി, സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവ് അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ, അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ച് വളർന്നതാകുന്ന മനുഷ്യൻ ഈ പരിശുദ്ധമായ മദീനയിൽ വന്നുകൊണ്ട് അടങ്ങാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ അറിയണേ സ്വഹാബാ, പഠിക്കണേ. ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ, ഈ മദീനയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ തീർന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അറിയണേ, അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് ഈ മദീനയിൽ നിന്നാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരു മനുഷ്യനെ എവിടെയാണോ ഖബർ ഉണ്ടാവുക അവിടെ നിന്നാണ് അയാളെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത്. അതാണ് ആ പോയിന്റ്, ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ വാപ്പ, ഉമ്മ, സഹോദരൻ അവരൊക്കെ എവിടെയാണ് ഖബർ? ഓരോരുത്തരും ചിന്തിക്കും. ചിലര് സൗദിയിൽ തന്നെ മരിച്ചുപോയവരുണ്ട്, മക്കയിൽ വെച്ച്, മദീനയിൽ വെച്ചൊക്കെ മരിച്ചവരുണ്ട്. ചിലരുടെ ശരീരം അവിടെ വെച്ച് മരിച്ചാലും നാട്ടിൽ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട്, അല്ലേ? വാശി പിടിച്ചിട്ട് നാട്ടിൽ തന്നെ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട്. എവിടെയാണ് ഖബർ ഉള്ളത്? മരിച്ചതല്ല നോക്കുന്നത്, മരിച്ച സ്ഥലമല്ല നോക്കുന്നത്. ഖബർ എവിടെയാണോ ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അയാളെ പടയ്ക്കാൻ മണ്ണെടുത്തത് നബി മുഹമ്മദ് മുസ്തഫ. എത്യോപ്യയിലുള്ള മനുഷ്യൻ, അയാൾ അവിടെ നിന്ന് മരണാസന്നനായപ്പോ അഥവാ മരിക്കാനെടുത്തപ്പോ, അദ്ദേഹത്തിന്റെ റൂഹ് പോകാനെടുത്തപ്പോ, അതിനുള്ള സമയം എടുത്തപ്പോ അദ്ദേഹം മദീനയിൽ വന്ന് നബിയുടെ കൈക്ക് പിടിച്ച് ഇസ്ലാമതം പുൽകി, വിശ്വാസിയായി, സ്വഹാബിയായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു. മദീനയിലാണ് അടങ്ങിയത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന് കൊടുത്ത നേട്ടം. അപ്പോഴാണ് നബിതങ്ങൾ ഇത് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അവിടെയാണ് അയാളെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് നബി മുഹമ്മദ് മുസ്തഫ. തഫ്സീർ ജലാലൈനി അടക്കമുള്ള തഫ്സീറുകൾ കാണാം. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗം പറയുന്നിടത്ത് കാണാം 63 മണ്ണുകൾ, കളിമണ്ണ് ഉൾപ്പെടെ വെള്ളം കൂടി കലർത്തിക്കൊണ്ടാണ് പ്രഥമ മനുഷ്യനാകുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചത്. എത്ര സൈസ് മണ്ണ്? 63 ഇനം മണ്ണ്, കളിമണ്ണ് ഉൾപ്പെടെ. അതിൽ വെള്ളവും കൂടി കുഴച്ചിട്ടാണ്. അല്ലാതെ കുറച്ച് മണ്ണ് ചേർത്ത് വെച്ചാലൊന്നും, കടപ്പുറത്തെ മണ്ണ് ചേർത്ത് വെച്ചാലൊന്നും രൂപം ഉണ്ടാവും, പക്ഷെ മനുഷ്യപ്രകൃതാവൂല. മനസ്സിലാക്കണം.
നമ്മുടെ മനുഷ്യന്റെ രൂപവും ഭാവവും കോലവും ഒത്തിണങ്ങണമെങ്കിൽ അള്ളാഹു കോർത്തിണക്കിയതുപോലെ തന്നെ കോർത്തിണക്കണം. അല്ലാതെ എന്ത് ചെയ്യിച്ചിട്ട് കാര്യമില്ല. നീ രൂപം ഉണ്ടാക്കിയാലും റൂഹ് ഊതണം, അള്ളാഹു ഊതണം. യസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. റബ്ബിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മനസ്സിലായിക്കോ, ബഹുമാനപ്പെട്ടതാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയാളെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് ഇവിടെ നിന്നാണ്. അപ്പൊ നമ്മുടെയൊക്കെ വാപ്പ ഉമ്മ സഹോദരൻ സഹോദരി പലരും ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോയി അവിടെ വെച്ച് മരിക്കുന്നവരുണ്ട്. നമ്മൾ അവരെ നിസ്സാരരാക്കരുത്. വലിയ തൗഫീഖാണ് അവർക്ക് കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല നാട്ടിൽ അടങ്ങാൻ തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഖൈറാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പുരുഷന്മാരുടെ കൂട്ടത്തിൽ? വാപ്പായ ഉമ്മ കുടുംബാദികൾ ആരെങ്കിലും മക്കയിലോ മദീനയിലോ ഒക്കെ മരിച്ചവരും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തിക്കുക. ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരാളുണ്ട്, വേറെ ആരും ഇല്ല. ബാക്കിയുള്ളവരൊക്കെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. മരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചാണ്, എവിടെയാണോ അവിടെ അടങ്ങിക്കോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നം കണ്ട നമ്മൾ. അത് റബ്ബിന്റെ തീരുമാനമാണ്. കാരണം ദുനിയാവ് ഇവിടെ കഴിഞ്ഞു, നമുക്കിനി മഹ്ശറയിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അവസിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. പിടിവാശി പിടിക്കണ്ട, ഇവിടെ തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കണ്ട. പണത്തിന്റെ ഹുങ്ക് കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കണം, അതിന് എത്ര കോടി വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാം. എന്തിനാണ് നീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? ദാദാ 2 ഹദീസ് പിടിച്ചോ, ശരിക്കും മനസ്സിലായിക്കോ. ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോയി മക്കയിലോ മദീനയിലോ വെച്ച് മരിച്ചാൽ കിട്ടുന്ന നേട്ടം. ഹദീസ് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ. അവിടെ ഇരിക്കുന്നവരാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉണ്ട്. കേട്ടോ ഹദീസ്. قال رسول الله صلى الله عليه وسلم, നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ മാത ഫീ അഹദിൽ ഹറമൈൻ ലം യുഹാസിബുഹു യൗമൽ ഖിയാമ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ മക്കയിലോ മദീനയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ, തിരൂരിലുള്ള വാപ്പ ഉമ്മ നാട്ടുകാരോട് പരിശുദ്ധമാകുന്ന ഹജ്ജിന് വേണ്ടി പോകുമ്പോ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ യാത്ര ചോദിച്ച് പോയതായെന്ന് നിങ്ങൾ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ വെച്ച് മരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന് തീർച്ചയായും അല്ലാഹു രേഖപ്പെടുത്തുന്നത്, അവന് അല്ലാഹു ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമേ. ലം യുഹാസിബുഹു യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിസാബ് ഉണ്ടാവൂല. അവരുടെ ഹിസാബ് നമ്മുടെ മേലാണ്. അല്ലേ? വെള്ളിയാഴ്ച ദിവസം നമ്മൾ കേട്ടതല്ലേ പള്ളികളിൽ അള്ളാഹു പറയാ, ആ ഒരു ഹിസാബിടാത്ത വിഭാഗം 70,000-ഓളം വിഭാഗമുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരിൽ ഒരു കൂട്ടരാണ് ആര്? മക്കയിലോ മദീനയിലോ ഇരു ഹറമിലോ വെച്ച് മരിക്കാൻ അവസരം കിട്ടിയവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കണ്ട, അവര് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ചിലര് കമന്റ് ഇടും, നമ്മുടെ നാട്ടിലുള്ളവർ, ഓ വല്ലാത്ത കഷ്ടമായി പോയി, ഇവിടെ നല്ല ആരോഗ്യത്തോടെ പോയതാണ്, അപ്പൊ അവിടെ എത്തിയപ്പോ അവർക്ക് അറ്റാക്ക് വന്ന് അവിടെ വെച്ച് മരിച്ചെന്നാ കേട്ടത്. അവിടെയാണ് അവരുടെ കബർ. ഓ ഭയങ്കര കഷ്ടമായി പോയി. എന്ത് കഷ്ടം? കഷ്ടം നമുക്കാണ്. അവര് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഹിസാബില്ലാതെ രക്ഷപ്പെടുക. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫിഹാ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു. ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളട്ടെ, അതിനെ ആഗ്രഹിച്ചു കൊള്ളട്ടെ. മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫിഹാ.
ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള പരിശ്രമം അവൻ ദുനിയാവിൽ നടത്തിക്കൊള്ളട്ടെ. ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു. സലാത്ത് ചൊല്ലി ചൊല്ലി മദീനയിലെ രാജകുമാരനെ പ്രണയിച്ചുകൊണ്ട് മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അവിടെ വെച്ച് മരിക്കാൻ തൗഫീക്ക് കിട്ടിയവരുണ്ടോ, അവരെ ശുപാർശ ചെയ്ത് ഞാൻ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഗ്ലനാ ഇല്ലാഅ യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി الشفيع الأبتحي والحبيب العربي. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ ലഭിക്കാൻ ഹേതുവാ മദീനയിൽ മരണപ്പെട്ടാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം നിന്റെ ചാരത്ത് അടങ്ങിയിരിക്കുന്നത് ഒരു സാധാ സീത മനുഷ്യനല്ല, ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന മനുഷ്യനാണ്. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ വേണോ പ്രിയപ്പെട്ട വാപ്പാ, ശഫാഅത്ത് വേണോ പ്രിയപ്പെട്ട ഉമ്മ, മദീനയെ പ്രണയിക്കണേ. മദീനയോടുള്ള അനുരാഗം ആരുടെ ഹൃദയത്തിലുണ്ടോ അവൻ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശുപാർശ ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉമ്മ മദീനയിൽ വെച്ച് മരിച്ചു. ഈ ടെൻഷൻ അടിക്കണ്ട. ഉംറയൊക്കെ കഴിഞ്ഞ് ഉസ്താദ് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ അജുവാട ഈത്തപ്പഴമായിട്ട് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോഴാണ് വാർത്ത കേട്ടത്. ടെൻഷൻ അടിക്കണ്ട. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ഞാൻ ഈ മിനിഞ്ഞാന്നാണ് ഉംറ കഴിഞ്ഞ് റൂഹെ ബയാൻ കുടുംബാദികളോടൊപ്പം പോയിട്ട് വന്നത്. അപ്പൊ അതില് ഒരു ഉമ്മ അവര് ഇടയ്ക്ക് വെച്ച് കൂട്ടം തെറ്റിപ്പോയി. ഉംറയ്ക്കല്ല, അല്ലാതെ പോയ സമയത്ത് വക്കത്തുകളിൽ പോയ ഏതോ ഒരു വക്കത്തിന് പള്ളിയിലെന്തോ പോയ സമയത്ത് തവാഫ് ചെയ്യുന്നതിനിടയ്ക്ക് എവിടുന്നോ പോയതാണ്. തവാഫ് 50 എണ്ണം പൂർത്തീകരിക്കൽ വളരെയേറെ ശ്രേഷ്ഠമത്തായ സുന്നത്തായ അമലാണ്. 50 പ്രാവശ്യം നമ്മൾ ഉംറയുടെ അമലുകളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തവാഫ് കൂടുതലായി കൂട്ടുക. ഹറമിലെത്തിയ 350 പ്രാവശ്യം വലയം ചെയ്യലാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം തവാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ല 7 ആണ്. അങ്ങനെ 7 വട്ടം കണക്കാക്കി 50 വട്ടം ആകുമ്പോൾ എത്ര എണ്ണമാകും? 350 ചുറ്റലാകും. അങ്ങനെ അത് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ചെയ്യുക എന്നുള്ളത് ഉപദേശം എല്ലാവർക്കും കൊടുത്തു. ഈ ഉമ്മ അങ്ങനെ അതിനുവേണ്ടി പോയതായിരിക്കാം. അവസാനം അവിടെ ചെന്നപ്പോൾ അവർ റൂട്ട് തിരിച്ചു വിട്ടു. പെട്ടെന്ന് അങ്ങനെയാണല്ലോ, മക്കത്ത് അങ്ങനെയാ. ചിലപ്പോൾ അവിടെ പെട്ടെന്ന് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ട് അതിലേ പൊയ്ക്കോളാൻ പറയാം. വഴി ഒന്നായിട്ട് തെറ്റി. ഇവർ പോയപ്പോൾ എസ്കലേറ്ററിൽ കയറാൻ ഇവർക്ക് അറിയില്ല. അവരതിൽ കയറി മറിഞ്ഞു വീണു. ചെറുതായിട്ടൊരു പൊട്ടൽ വന്നു. അപ്പോൾ അവരെ സ്ട്രക്ചർ വെച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പോഴേ ആളുകൾ അവിടെ ഓടിയെത്തി. കാരണം കഴുത്തിൽ പ്രത്യേക കാർഡും സംവിധാനങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചറിയിക്കുന്നു, ആളുകൾ അവിടെ എത്തുന്നു. അപ്പോഴേ അവർ കൂട്ടത്തിലുള്ളവരോട് പറയാണ്, എന്നെ ഇവിടെ തന്നെ അടക്കിയേക്ക്, ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കിക്കോ. അവരോർക്കുന്നത് ഇപ്പോഴേ മരിക്കുമെന്നാണ്. സംഭവം എന്താണ്? ചെറിയൊരു വിഷയമുള്ളൂ, ഒരു കുഴപ്പമില്ല. അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ആഗ്രഹമാണത്, ഉമ്മമാരുടെയൊക്കെ ആഗ്രഹം. മക്കയിലോ മദീനയിലോ ഒക്കെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴേ തന്നെ മരിക്കാൻ കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഇവിടെ തന്നെ മരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു, ഉമ്മ ഇത് മരിക്കാൻ മാത്രമില്ല, രക്ഷപ്പെടിക്കുകയില്ല. തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുആ ചെയ്യാൻ പോയാണ് സ്വഹാബ. ഈ സദസ്സിൽ നിന്ന് ആരൊരുവനാണോ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചത്, കുടുംബബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത്, എഴുന്നേറ്റ് പോകണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. കുടുംബബന്ധം വിച്ഛേദിച്ച ഒറ്റ ഒരുത്തനും ഇവിടെ ഉണ്ടാവാൻ പാടില്ല.
ആരാ പറയുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിനോട് പറയുമ്പോ ഒരു സഹാബി വരനതാ സദസ്സിന്റെ ബാക്ക് ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുകയാണ്. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് നീ പോയത്? അദ്ദേഹം പറയുകയാണ്, നബിയേ, എന്റെ കൊച്ചുമ്മയുമായി എളാമയുമായി ഒരു ചെറിയ വിഷയത്തിൽ പിണക്കമുണ്ടായിരുന്നു റസൂലേ, അത് തീർക്കാൻ പോയതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, അദ്ദേഹം ആ കുടുംബ ബന്ധം ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും അല്ലാഹു ഉത്തരം നൽകുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കുടുംബ ബന്ധം, സ്വന്തം എളാമ കൊച്ചുമ്മയ ബന്ധം വിച്ഛേദിച്ച ആളാണ്. പോയി ബന്ധം ചേർത്തിട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളിവിടെ ഇരുന്നിരുന്നെങ്കിൽ നമ്മുടെ ദുആയിന് പോലും ഇടങ്ങേറായി പോയാൽ ദുആ സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാതെ പോകുന്നത്? മുസ്ലിമീങ്ങൾ വിഷമത്തിലും സങ്കടത്തിലും പ്രയാസത്തിലുമാണ്. ഐക്യപ്പെടേണ്ടതാകുന്ന സമയത്ത് പോലും അനൈക്യങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ സമൂഹത്തിൽ കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ഇത്തരത്തിലുള്ള ശൈഥല്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്? പ്രാർത്ഥനാ സദസ്സുകൾ എന്തുകൊണ്ട് ഇജാബത്ത് ലഭിക്കുന്നില്ല? കാരണം കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചവൻ, സ്വന്തം മക്കളെ ആട്ടിയോടിച്ചവൻ, സ്വന്തം മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെച്ചവൻ, സ്വന്തം സമൂഹത്തോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാത്തവൻ, സമുദായത്തോടുള്ള കടമകളും കടപ്പാടുകളും കൃത്യമായി വെച്ചു പുലർത്താത്തവൻ, ദീനി അവബോധം നഷ്ടപ്പെട്ട ആളുകൾ കൂടി വരുന്ന കാലഘട്ടമാണ്. പിന്നെങ്ങനെ ദുആഇന് ഇജാബത്ത് കിട്ടും? ഉത്തരം കിട്ടുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റൊലികൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോഴും അഹങ്കാരിയായി, ധിക്കാരിയായി, അവരിങ്ങോട്ട് വന്ന് സലാം പറയട്ടെ എന്ന് പറഞ്ഞ ധാർഷ്ട്യതയിൽ അനമൗല് തോന്നിക്കൊണ്ടിരിക്കാൻ, ഞാൻ വലിയവനാണ്. അതാണ് നമ്മുടെ ചിന്താഗതി. അത് മാറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിസ്സാരനാണ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. അന അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് മനസ്സുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കതില്ലാതെ പോയി. നമ്മൾ അവരിങ്ങോട്ട് വരട്ടെ, അവർ ആ വിഷയത്തിൽ പിണങ്ങിക്കല്ലേ, ഒരു വലിയ ആൾക്കാരില്ല, അവരിങ്ങോട്ട് വന്ന് അസ്സലാമു അലൈക്കും പറയട്ടെ, എന്നിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞ് പിണങ്ങിക്കഴിയാൻ റമളാനൊന്നും കിട്ടൂല. എത്ര റമളാൻ വന്നാലും കുറെ സമൂസായും കിട്ടും, നല്ല റാഹത്തായിട്ട് പത്തിരി ഇറച്ചിയും കഴിക്കാം. വേറെ ഒന്നും ഉണ്ടാവൂല, ഫുഡ് അടിച്ച് കഴിയാം. അല്ലേ തന്നെ ഇപ്പൊ റമളാനിന് ഒരുക്കം എന്താണ്? നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പരിശുദ്ധമായ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുണ്യമായ റമളാൻ എത്തിക്കണേ അല്ലാഹ്. റജബ് മുതൽക്ക് നമ്മൾ കേൾക്കാൻ ഒരു മാസമായി. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലുള്ള ഉമ്മപെങ്ങന്മാരോട്, നമ്മൾ മനസ്സറിഞ്ഞിട്ട് 10 പ്രാവശ്യം ഈ ദുആ ഇതുവരെ ചെയ്തവരുണ്ടോ? വളരെ കുറവാണ്. പള്ളിയിൽ ഉസ്താദുമാര് ദ്വാരക്കുന്ന സമയത്ത് പോലും നമ്മൾ എഴുന്നേറ്റ് പോവാൻ സുന്നികളാണ്. നമ്മൾ നിസ്കാരത്തിന് ശേഷം ദിക്റും ഔറാദും വേണമെന്ന് വാശി പിടിച്ച് മസല പ്രകാരം നിൽക്കുന്ന നമ്മൾ പോലും ധൃതി പിടിച്ച് ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ഞങ്ങൾ നമ്മുടെ സമൂഹം നന്നാവും. ഖതീബ് ഉസ്താദ് ആരക്കുന്നത്, അല്ലാഹുവേ, ഈ നാട്ടിൽ ഐശ്വര്യവും ബറക്കത്തും സമാധാനവും ശാന്തിയും നീ താ അല്ലാഹ് എന്ന് ദുആരക്കുമ്പോ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ആമീൻ പിടിക്കാനുള്ളൂ. ബാക്കിയൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, അസറിന് കാണാം ഉസ്താദ്, വേഗം പോവാൻ. നമുക്ക് സമയമില്ല, നമ്മൾ ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ഈ ദുആ എത്ര ആളുകൾ 10 പ്രാവശ്യമെങ്കിലും ദുആ ചെയ്തിട്ടുള്ള ഈ ഒരു കഴിഞ്ഞ മാസം, ഇന്നിപ്പോ ശഅബാൻ 5 കഴിഞ്ഞു, 6ലേക്ക് എത്തി. ഈ ദിവസങ്ങളിൽ നമ്മൾ എത്ര പ്രാവശ്യം ദുആ ഇരുന്നിട്ടുണ്ട്? ഒന്ന് ചിന്തിക്ക്, ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, എത്ര വട്ടം നമ്മൾ ദുആ ഇരുന്നു? മനസ്സറിന് യഥാർത്ഥത്തിൽ ഒരു വട്ടം പോലും ചോദിച്ചിട്ടില്ല. സാദിങ്ങനെ ദുആ ഇറക്കുമ്പോ കൂട്ടത്തിൽ ആമീൻ പറഞ്ഞു നമ്മളായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഒരു മാസം കഴിഞ്ഞു, ഇനി അടുത്ത മാസമാണുള്ളത് ശഅബാൻ. അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, ബറക്കത്തിന്റെ 2 മാസമാണ്. ആ ശഅബാനിലും പരിശുദ്ധമായ റജബിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റജബിലും അങ്ങനെ തന്നെ ദുആ ചെയ്യണം, ശഅബാനിലും അങ്ങനെ തന്നെ ദുആ ഇറക്കണം. എത്ര ആളുകൾ ദുആ ഇരുന്നു? എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? ചിന്തിക്ക്. നമ്മളൊന്നും ചിന്തിക്കുന്ന പോലുമില്ല.
നമ്മളെങ്ങനെയെങ്കിലും ഈ മാസങ്ങളെ തള്ളിക്കളയാണ്. റമദാൻ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കഞ്ഞിയും പയറും റാഹത്തായി പള്ളിയിൽ പോയി കഴിക്കണം, പള്ളിയിരുന്ന് കഥ പറയണം. ഫനായും ഫസാദും തുടങ്ങും. അള്ളാഹു പള്ളിക്കകത്ത് റമദാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് അതിനുവേണ്ടി തന്നെയുണ്ട്. കഞ്ഞിപ്പരയുടെ അടുത്ത് വന്നിരിക്കുന്നത് ഏത്തിക്കാഫ് നവൈത്തുൽ ഏത്തിക്കാഫ യാദൽ കഞ്ഞിപ്പുരി ഇലാഹി തആല അവിടെ വന്നിരിക്കുക, അതിൻ്റെ അടുത്ത് വന്നിരിക്കുക. കുറേ പേര് അതിനുവേണ്ടി തന്നെ ഏത്തിക്കാഫ്. എന്നിട്ട് ഇങ്ങനെ ഫനായി ഫസാദ് തന്നെ അതിൻ്റെ കിതാബ് എടുത്തു കൊടുക്കാൻ മൂപ്പരെ കഴിഞ്ഞിട്ട് ആളുണ്ട്. അന്നും ഇന്നും ചിലർ പള്ളിയിൽ സുബൈ നിസ്കരിക്കാൻ വരുന്നതിന് സുബൈ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ചായക്കടയെ പീടികയിൽ പോയിട്ട് ഫനായും ഫസാദും പറയാൻ വേണ്ടി തന്നെയാണ്. ഈ നാവ് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെ അദാബാണ്. റമദാനാകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ നാവിനെയാണ്. ആവശ്യമില്ലാത്തത് പറയാതിരിക്കാൻ. നിന്റെ കാതിനെ ശ്രദ്ധിക്കണം, ആവശ്യമില്ലാതെ കേൾക്കാതിരിക്കാൻ. ഇത് രണ്ടും ഉണ്ടായാൽ തന്നെ നന്നാവും. ഒന്നും മിണ്ടാതിരുന്നാൽ തന്നെ രക്ഷപ്പെടും. ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതെ തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. ഫഖാല യാ റസൂലല്ലാഹ് ഔസിനി, എനിക്കൊരു വസിയത്ത് നൽകുമോ ഹബീബേ, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവനോട് പറഞ്ഞു അത്രേ, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുഫഅൻക ഹാദാ കുഫഅൻക ഹാദാ, നിന്റെ ഈ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറയരുതേ പറയരുതേ. എന്നാൽ തന്നെ രക്ഷപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് പറയരുതേ നബി മുഹമ്മദ് മുസ്തഫ. മുൻഗാമികളായ ആളുകൾ കല്ല് കഴുകിയിട്ട് വായിലിട്ട് നടക്കും. എന്തിനാ? ഒന്നും സംസാരിക്കാതിരിക്കാൻ, നാവിനൊരു കട്ടി കൊടുക്കാൻ വേണ്ടി, ആവശ്യമില്ലാത്ത വർത്താനം പറയാതിരിക്കാൻ വേണ്ടി ചരൽക്കല്ല് കഴുകിയിട്ട് വായിലിട്ട് വയ്ക്കും. നമ്മുടെ കല്ല് വായിക്കാത്തോട്ട് ഇടാൻ പറ്റൂല, കാരണം അതും കൂടെ ചവച്ചരിച്ച് തിന്നും. അങ്ങനത്തെ തീമാണ്. അള്ളാഹു മുളക്കാക്കട്ടെ. കല്ലും കൂടി പൊട്ടിച്ച് തിന്നുന്ന തീമ ക്രഷറാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഒരാൾ വന്ന് നബിയെടുക്കൽ എനിക്കൊരു വസിയത്ത് നൽകണേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് നിസ്കരിക്കണം നോമ്പുടിക്കണം എന്നൊന്നുമല്ല. ഈ നാവ് നീ ശ്രദ്ധിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ പറഞ്ഞത്? വീട്ടിൽ വഴക്കടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി, ഭാര്യ ഒച്ചപ്പാട്, ഭർത്താവ് അതിനപ്പുറത്ത് ഒച്ചപ്പാട്, ഭാര്യയേക്കാൾ ഒച്ചപ്പാട് എനിക്കതല്ലേ വേണ്ടത്, ഞാനല്ലേ ആണ് എന്ന നിലയ്ക്ക് ഭർത്താവ് അതിനേക്കാൾ വലിയ ഒച്ചപ്പാട്. പെണ്ണുങ്ങളോ മുറുക്കിയിട്ട് ഇങ്ങോട്ട് തുപ്പുന്നു, യാ അല്ലാഹ് ബിറ, അതിനേക്കാൾ വലിയ ഒച്ചപ്പാട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിയല്ലേ? ഒച്ചപ്പാട് നിർത്തുന്നേയില്ല, പിന്നെ എങ്ങനെ ശരിയാവും? ഈ നാവൊന്ന് അടക്ക്. നാട്ടുകാരെ മുഴുവനും അശ്ലീലമായ സംസാരം കേൾപ്പിക്കാതെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തുൻ നാർ വറഅയ്തു ഫീഹാ ഇംറഅതാ മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്വാനതി മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ലൈലത്തുൻ ഉസ്രിയ ബി ഇലസ്സമാഇ, ആകാശരോഹണം നടത്തിയതാകുന്ന രാവിൽ പരിശുദ്ധമാകുന്ന ഇസ്റാ മിഅ്റാജ് മുന്നിൽ കാണിച്ചു തന്നു. വറഅയ്തു ഫീഹാ ഇംറഅതാ, അതിലൊരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്വാനതി മിനൻ നാർ, നാവിനെ വലിച്ചു നീട്ടപ്പെട്ടതായി കാണുകയാണ്. നരകത്തിന്റെ തൂണിലേക്ക്, തീജ്വാല പടരുന്നതായ തൂണിലേക്ക് ആ പെണ്ണിന്റെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഫഖുൽതു ലി ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹാദിഹി യാ ജിബ്രീൽ,
3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകത്തിന്റെ നടുക്കളത്തിലുള്ളതാകുന്ന തീജ്വാലകൾ പടർത്തിയതാകുന്ന ഈ തൂണിലേക്ക് നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായ നിലയിൽ കാണപ്പെട്ടതാകുന്ന ഈ പെണ്ണ് ആരാണ്? ജിബ്രീലേ. ഈ ഹതഭാഗിയായ പാപിയായ ദോഷിയായ പെണ്ണ് ഏതാണ്? ഫഖാലലി ജിബ്രീൽ, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീരത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ഇത് നാവിന് നീളമുള്ളതായ പെണ്ണാണ്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഫനായും ഫസാദ് പറഞ്ഞുകൊണ്ട് നടന്നവളല്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഈ ദുനിയാവിൽ പറഞ്ഞവളല്ലേ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് 40-50 വർഷം ഒന്നിച്ച് ജീവിച്ചതാകുന്ന ഭർത്താവിനെ കുറിച്ച് കൂട്ടുകാരികളോട്, നാട്ടുകാരികളോട്, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട് ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് നടന്നവളല്ലേ? ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. ആവശ്യമില്ലാത്ത നാക്കുകൊണ്ട് പറഞ്ഞു നടന്ന പെണ്ണാണ് നരകത്തിലെ തീജ്വാലകൾ പടർന്ന തൂണിലേക്ക് നാവ് വലിച്ച് കെട്ടപ്പെട്ടതായി ഞാൻ കണ്ടത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് സഹോദരിമാരിൽ ചിലർക്കുള്ള പ്രശ്നമാണിത്. എന്ത്? 50 കൊല്ലം ഭർത്താവ് ഒന്നിച്ചു കഴിഞ്ഞാലും 51ാമത്തെ കൊല്ലം ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആളുകളോട് പറയും, നമുക്കൊന്നും തന്നിട്ടൊന്നുമില്ല, ഒരു ഗുണമില്ലാത്ത ഭർത്താവായിരുന്നു, അയാളൊന്നും ഗുണമില്ല. അങ്ങനെയാണ് അന്യരുടെ ഭർത്താവിനെ മോഹിക്കുക, മറ്റൊരാളിൽ സംതൃപ്തി കണ്ടെത്തുക, അയാളാണ് നല്ലത് എന്നുള്ളൊരു തോന്നൽ സ്വയമേ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക. അത് പുരുഷന്മാരിലും ഉണ്ട്. സ്വന്തം ഭാര്യയേക്കാൾ മറ്റൊരു ഭാര്യയോടുള്ള ഇഷ്ടം ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം ഞങ്ങളിൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവ നാവിനെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ അദാബാണ്. എല്ലായിടത്തും അദാബാണ്. പരലോകം ഒരിക്കലും സന്തോഷത്തിലാവൂല. നോക്കൂ നിങ്ങൾ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, തുവഫിയ സ്വഹാബിയു യാ റസൂലല്ലാഹ്. സുഖമില്ലാതെ കടന്നിരുന്നതായ ഇന്നാലിന്ന സ്വഹാബി മരണപ്പെട്ടു പോയി റസൂലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മരണ വാർത്ത വന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. മരണപ്പെട്ട് കിടക്കുന്നതാകുന്ന സഹോദരൻ പുഞ്ചിരിച്ച് കിടക്കുന്നതായിട്ട് നബി തങ്ങൾ കാണുകയാണ്. ഫഖാലോ, ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. പുഞ്ചിരിച്ച് കിടക്കുന്ന ജനാസ കണ്ടില്ലേ റസൂലേ? അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് ഒന്ന് പറഞ്ഞാലും ഹബീബേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഇല്ല സാബ. പുഞ്ചിരിച്ച് കിടക്കുന്ന ജനാസ കണ്ടിട്ട് അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കൊണ്ട് സാധിക്കില്ല. ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ തന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. അലിമീങ്ങളെ കുറിച്ച്, മുതഅല്ലിമീങ്ങളെ കുറിച്ച്, പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച്, സജ്ജനങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത കമന്റുകൾ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയുണ്ട് എങ്കിൽ അദ്ദേഹം തീർച്ചയായും ഖബറിൽ അദാബാണ്. നരകമാണ്. സ്വർഗം പുൽകാൻ ചാൻസ് ഇല്ല സാബ, ചാൻസ് ഇല്ല. ആവശ്യമില്ലാത്ത വർത്തമാനം ദുന്യാവിൽ പറഞ്ഞ മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹം പുഞ്ചിരിച്ച് കടക്കലുകൊണ്ട് കാര്യമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം. ഇത് നമ്മൾ പോയിട്ട് നല്ല ചിരി, കുഴപ്പമില്ല, ഹാജിയാരി രക്ഷപ്പെട്ട് കേട്ടാ. നമ്മൾ തന്നെ അങ്ങ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ.
ഇയാള് ജീവിതത്തിൽ ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു നടന്ന മനുഷ്യനാണ്. ഫനായി ഫസാദും പറഞ്ഞുകൊണ്ട് നടന്ന മനുഷ്യനാണ്. ചില ആളുകളുടെ പള്ളിക്കകത്ത് വരും, തസ്ബി പിടിക്കും, തസ്ബി എടുത്തിട്ട് പള്ളിയുടെ റോഡിൽ വന്ന് നിൽക്കാം. പള്ളിക്കകത്ത് കയറൂല, ഇത്തിക്കാഫില്ല, വെളി വന്ന് നിൽക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതിലെ കൂടെ നടക്കണം ആചാര്യ ഉലാത്തുകൾ. ആരൊക്കെ അതിലേ കൂടെ പോകുന്നുണ്ടോ അവരെ കുറിച്ചൊക്കെ കമന്റ് വിട്ട് വർത്തമാനവും പറഞ്ഞ് കയ്യിലൊരു തസ്ബി ഉണ്ട്. 10 പേര് പോകുമ്പോഴും 10 വട്ടം തസ്ബി മറക്കാൻ മറക്കത്തില്ല. ഒരു കാര്യമില്ല. നാവ് ശ്രദ്ധിച്ചോണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ അദാബാൻ. ഖബറിൽ നടക്കുന്ന പ്രതിഭാസം ഒന്നാമത്തത് റൗമാൻ എന്ന മലക്ക് വരും. രണ്ടാമത്തത് ഖബർ നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖബർ സംസാരിക്കും. ശരിക്കും ശ്രദ്ധിച്ചോ, ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഖബർ സംസാരിക്കും നമ്മളോട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ നിന്നോട് സംസാരിക്കുന്നതാകുന്ന രംഗമാണ്. ഖബറിലേക്ക് ജനങ്ങൾ കൊണ്ടുവന്ന് നിന്നെ ഇറക്കി വെച്ചുകൊണ്ട് പലക വെച്ചുകൊണ്ട് മൂടിയിട്ട് മണ്ണിട്ട് പോകുമ്പോ ഖബർ നിന്നോട് ചോദിക്കുകയാണ്, യബ്ന ആദം മാ ഗറക ബി أنا بيت الدود وأنا بيت الوحشاء وأنا بيت الغرباء. ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, നീ എന്നെ കുറിച്ച് വ്യക്തമായി അറിയുമോ? ആരാണ് ഞാനെന്ന് നിനക്കറിയുമോ? ഖബർ ചോദിക്കുകയാണ് അനാ ബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്. വഅനാ ബൈത്തുൽ വഹശാ, ഞാൻ ഒറ്റപ്പെടലിന്റെ ഗേഹമാണ്. വഅനാ ബൈത്തുൽ ഗർബാ, ഏകാന്തതയുടെ ഭവനമാണ്. ഒറ്റയ്ക്കാണ് ഖബറിലേക്ക് പോകേണ്ടത്. ഒറ്റയ്ക്കാണ് ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ മുഅ്മിനത്തെ നിന്നെ കൊണ്ടുപോയി വെക്കുന്നത്. അവിടെ നിനക്ക് പ്രകാശം ലഭിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ സുഹൃതം നിർബന്ധമാണ്. ഇവിടെ നീ മോശപ്പെട്ട ഖബറിൽ നിനക്ക് പ്രയാസമാണ്. അനബൈത്തുദ്ദൂദ്, ഖബർ വിളിച്ചു പറയുകയാണ്, ഞാൻ പുഴുക്കളുടേതാകുന്ന ഗേഹമാണ്. ഈ ദുന്യാവിൽ അടിച്ച് പൊളിച്ച് കഴിഞ്ഞതായ മനുഷ്യനല്ലയോ? ഉറൂസുകളുടെ പേരിൽ വാക്കാട് നടക്കുന്ന നേർച്ചയെ കുറിച്ച് എത്രയെത്ര ആലിമീങ്ങളാ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ട് ഒരു മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് ഈ സമൂഹവും സമുദായവും പോകുന്നുണ്ട് എങ്കിൽ നഊദു ബില്ലാഹ്, ഔലിയാക്കളുടെ പേരിൽ അവരുടെ പേരിൽ നടത്തുന്നതായ മഹനീയമാകുന്ന ഉറൂസുകളിൽ ആനകളെ കൊണ്ടുവന്നവരില്ലേ? വാദ്യമേളങ്ങളെ കടത്തിക്കൂട്ടിയവരില്ലേ? ഗാനമേള ട്രൂപ്പുകളെ കൊണ്ടുവന്ന് ആസ്വാദനത്തിന്റെ തിരികൊളുത്തിയതാകുന്ന വക്താക്കളില്ലേ? മോശപ്പെട്ടതാകുന്ന കാഴ്ചകൾ കൊണ്ടുവന്ന് മോശപ്പെട്ട രതിക്രീഡയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയതായ ആളുകളില്ലേ? അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതായ സങ്കലനങ്ങൾക്ക് കാര്യമായവരില്ലേ? ഹറാമായ കാര്യമല്ലേ ചെറുപ്പക്കാരാ? ഹറാമായ പ്രവർത്തനങ്ങളല്ലേ പ്രിയപ്പെട്ട ഉപ്പാ? ഹറാമിനെ കുറിച്ച് എന്തേ നിനക്ക് ഭയമില്ലാതെ പോയത്? ആദരമായ പ്രവാചകനെ പറയുകയാണ്, മുഅ്മിനായ മനുഷ്യൻ അവൻ തെറ്റിനെ കാണുന്നത് ഒരു വലിയ പാറയുടെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് പോലെയാണ്. അടുത്ത സെക്കൻഡിൽ ആ പാറ തന്റെ മേൽ വീർന്ന് തല പൊട്ടിച്ചെതറിക്കൊണ്ട് മരണപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയിലാണ്. എന്നാൽ മുനാഫിഖായ മനുഷ്യനോ അവന്റെ മൂക്കിന്റെ തുമ്പിലൂടെ ഒരു ഈച്ച പറന്നു പോകുന്നത് പോലെയാണ്. അതവൻ തട്ടിത്തെറിപ്പിക്കുകയാണ്, അത് നിസാരമായി കാണുകയാണ്. ആ രീതിയിൽ മുനാഫിഖായി കപട വിശ്വാസിയായി പോകരുതേ. തിരുവൂരിലുള്ള വാക്കാടുള്ള മുസ്ലിമീങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, ഹറാമായ ജീവിതം നയിക്കല്ലേ. 5 ജീവിതഘട്ടങ്ങളിൽ ഒരു ജീവിതമാണ്
ജീവിതമാണ്, അത് ഈ ദുനിയാവാണ്. ഇവിടെ നമ്മൾ സുകൃതം ചെയ്തില്ല എങ്കിൽ ഖബറിൽ അദാബാണ്. മറ്റു മതങ്ങളുടെ ആഘോഷ പൊലിമകൾ മുസ്ലിം സമുദായം ഏറ്റെടുക്കരുതേ. ആലിമീങ്ങളെ ബഹുമാനിക്കണേ, അമ്പിയാക്കളെ ആദരിക്കണേ, ഔലിയാക്കളെ സ്നേഹിക്കണേ. അവരെ ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ടും അവരുടെ പേരിൽ ഉറൂസുകൾ നടത്തൽ പുണ്യമാണ്, ഖുർആൻ ഖത്മ തീർക്കൽ പുണ്യമാണ്, മൗലിദ് പാരായണം നടത്തൽ പുണ്യമാണ്, അവരുടെ പേരിൽ അന്നദാനം നടത്തൽ പുണ്യമാണ്, അവരുടെ പേരിലുള്ള നല്ല നല്ല യാത്രകൾ നടത്തൽ പുണ്യമാണ്, അവരുടെ ചരിത്രങ്ങൾ ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദീനി വഅലുകൾ നസീഹത്തുകൾ നടത്തൽ പുണ്യമാണ്. അതല്ലാതെ ഗാനമേളകൾ പാടില്ല, സിനിമാ പാട്ടുകൾ പാടില്ല, അസീന ചുവയുള്ള സംസാരങ്ങൾ നിന്റെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഔലിയാക്കളുടെ പേരിൽ അത്തരത്തിലുള്ള പൂരപ്പറമ്പുകളാക്കി പരിശുദ്ധമായ ഇസ്ലാമിനെ വ്യതിചലിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ, ആഖിറം നഷ്ടമാണ്, പരലോകം നഷ്ടമാണ്, ഖബറിൽ അദാബാണ്. ഖബർ നിന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, എന്തേ ഖബറിനെ കുറിച്ച് അറിയില്ലേ? 6 അടി മണ്ണിന്റെ ഇരുട്ടത്തുരുത്താകുന്ന എന്നെ കുറിച്ച് നീ മനസ്സിലാക്കിയില്ലേ? ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, ഞാൻ ഒറ്റപ്പടലിന്റെ ദിനരാത്രങ്ങളാണ്. ഇന്നലെ വരെ നിന്നോടൊപ്പം തൂട്ടൊരുമിക്കടന്നതാകുന്ന ചുംബനം നൽകിയ പ്രിയപ്പെട്ട ഭാര്യ നിന്റെ ഭർത്താവ് ഇന്ന് നിന്നോടൊപ്പമില്ല. ഇന്ന് നീ ഖബറിൽ ഒറ്റയ്ക്കാണ്, കൂരാക്കൂര് ഇരുട്ടാണ്. പകൽ വെളിച്ചത്തിൽ കൊണ്ടുപോയി നിന്നെ കൊണ്ടുപോയി ഖബറടക്കിയാലും കല്ല് വെച്ചുകൊണ്ട് പലക വെച്ചുകൊണ്ട് മണ്ണിട്ട് മൂടി പോകുമ്പോ കൂരാക്കൂര് ഇരുട്ടാണ് ഉമ്മ, കൂരാക്കൂര് ഇരുട്ടാണ് വാപ്പ. ഈ ദുനിയാവിൽ നീ 30, 40, 50, 60, 70 വയസ്സ് ജീവിച്ചിട്ട് ഹറാമിന് കൊടിപിടിച്ചവനാണ് എങ്കിൽ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയവനാണ് എങ്കിൽ ആഖിറം നഷ്ടമാണ്. ആലിമീങ്ങൾ പറയുക ഞങ്ങളുടെ ദൗത്യമാണ്, കേൾക്കലും പ്രവർത്തിക്കലും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഹറാമിലേക്ക് പോകല്ലേ, ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. ഒരു ചെറിയ കുടലിന്റെ ഊത്ത് കേട്ടുകൊണ്ട് 2 കാതിലേക്ക് ചെവിയടച്ചു പിടിച്ച് മണിക്കൂറുകളോളം നടന്ന് അവസാനം കൈയെടുത്തുന്നതിന് മുമ്പായിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അബ്ദല്ലാ ആ കുടലൂത്തിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൈയെടുത്തത്. കാരുണ്യത്തിന്റെ തിരുദൂതരുടെ സ്വഭാവമാണ് എങ്കിൽ ഗാനമേളകൾ നടത്തിക്കൊണ്ട് ഔലിയാക്കളുടെ പേരിൽ ഹറാമായ പ്രവണതകൾ നടത്തുന്നവരെ, വാദ്യമേളങ്ങൾ നടത്തുന്നവരെ, അതിനുവേണ്ടി ആനകളെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നവരെ ഇസ്ലാമിൽ അന്യമാണ്. അതിന്റെ പേരിൽ ചന്തകൾ നടത്തിയിട്ട് കോടികൾ നിങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്നാലും വല്ലാഹി സുബ്ഹാനല്ലാഹി ഖബറിൽ അദാബാണ്. ഖബറിൽ സുഖം കിട്ടൂല, ആസ്വാദനമല്ല, ചിതൽസമാനവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണവർ പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. ഖബറിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ചിന്ത എന്തേ മുസ്ലിമേ നിനക്ക് നഷ്ടപ്പെട്ടു പോയത്? ഈ ലോകത്ത് നിന്ന് മരണപ്പെടാത്ത ഒരാളുമില്ല. വാപ്പ പോയില്ലേ, ഉമ്മ പോയില്ലേ, സഹോദരൻ മരിച്ചില്ലേ, മക്കളെ കൊണ്ടുപോയ ഖബറടക്കിയ ഉപ്പമാരി മദ്രസയിലില്ലേ, സ്വന്തം സഹോദരങ്ങളെ കൊണ്ടുപോയ ഖബറടക്കിയവരില്ലേ? നാളെ മരിക്കുമെന്നുള്ള ചിന്ത എന്തേ മുസ്ലിമേ അസ്തമിച്ചു പോയത്? പുത്തനങ്ങാടി നേർച്ചയിലും നമ്മുടെ നേർച്ചകളിലുമൊക്കെ എത്രയോ മലീമസമാകുന്ന ചെയ്തികളാണ് കടന്നു വരുന്നത്. സോഷ്യൽ മീഡിയ മുഴുവനും അതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുകയാണ്. ലോകം മുഴുവനും പിന്തുണ നൽകിയാലും വല്ലാഹി സുമ്മ വല്ലാഹി പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യുമേ. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ഉൾക്കൊണ്ടവർക്ക് ഉൾക്കൊള്ളാം. എന്റെ ദീനീ ദഅവത്ത് ഞാനിതാ പരസ്യമായി പറയുകയാണ്. നാളെ ആഖിറത്തിൽ
എനിക്ക് ഹിസാബ് മാറാനാണ്. ഇരിക്കുന്ന ആലിമീങ്ങൾ കുറ്റക്കാരല്ല, ഇവിടുത്തെ ഉമറാക്കൾ കുറ്റക്കാരല്ല. അതിനുവേണ്ടി കൊടിപിടിക്കുന്നവർ അത്തരത്തിലുള്ള നീചവൃത്യങ്ങൾക്ക് വേണ്ടി പരിപൂർണമായി പിരിവെടുക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഏത് മുസ്ലിമുണ്ടോ ആ സദസ്സിലേക്ക് പോകാനും അവിടെ പോയി പീപ്പി ഊതിക്കൊണ്ടിരിക്കാനും മക്കളുമായ കളിപ്പാട്ടങ്ങൾ വാങ്ങാനും അത്തരത്തിലുള്ള ആസ്വാദനങ്ങളുടെ പൂരപ്പറമ്പുകളിലേക്ക് പോയി ഔലിയാക്കളെ നിന്ദിക്കുന്ന പ്രവണതകൾ നടത്തുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ ആഖിറത്തിൽ അദാബാണ്, അദാബാ, ഖബറിൽ പ്രയാസമാണ്, പ്രയാസമാണ്. നിന്റെ റൂഹിനെ തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവന്ന് ആത്മാവിനെ വലിച്ചൂരുന്നതാകുന്ന സമയത്ത് നീ വിളിച്ചു പറയും അല്ലാഹ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, എന്നെ ഒരടുത്ത സമയത്തിലേക്കൊന്ന് പിന്തിക്കും അല്ലാഹ്, കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി നിർത്തുമോ അല്ലാഹ്, വേണ്ട ഏതാനും സെക്കൻഡുകൾ എന്നെ ഒന്ന് പിന്തിക്കുമോ അല്ലാഹ്, ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പ്രായശ്ചിത്തം ചെയ്യാം അല്ലാഹ്, സദഖകൾ നൽകാം അല്ലാഹ്, പാവങ്ങളുടെ കണ്ണീരപ്പാം അല്ലാഹ്, ദീനിനെ സഹായിക്കാം അല്ലാഹ്, മദ്രസകൾക്ക് സഹായിക്കാം അല്ലാഹ്, എന്നെയൊന്ന് തിരിച്ചു വിടൂ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ് കല്ലാ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ട മലക്കുകളെ, അവൻ ഈ വാക്കുകൾ എപ്പോഴും പുലമ്പുന്നതാണ്, അതിനാവശ്യമാകുന്ന വർത്തമാനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ദുനിയാവ് കഴിഞ്ഞിരിക്കുകയാണ്, ദുനിയാവ് അസ്തമിച്ചിരിക്കുകയാണ്. 60-70 വയസ്സ് ഈ ദുനിയാവിൽ ജീവിച്ചവനല്ലയോ, ആ കാലയളവിൽ എത്രയോ ആലിമീങ്ങളെ ഉലമാക്കളെ അവന്റെ നാട്ടിലേക്ക് വാതിന് വേണ്ടി പറഞ്ഞു വിട്ടതല്ലയോ. മുന്നറിയിപ്പുകാരായി അഹ്സനി ഉസ്താദിനെ അയച്ചില്ലയോ, ആലിക്കുട്ടി ഉസ്താദിനെ അയച്ചില്ലയോ, സമുന്നതരാകുന്ന ഉലമാക്കളെ വാത് പറഞ്ഞുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് ദീനീ ദഅവത്തിന് വേണ്ടി അയച്ചില്ലയോ. അതെല്ലാം കേട്ടിട്ട് പോലും നിരർത്ഥകമായ വാക്കുകളായി അതിനെ തൃണവൽഗണിച്ച് കളഞ്ഞവരല്ലയോ. ഇനി അവരെ ദുനിയാവിൽ വെച്ചേക്കണ്ട, അവരെ പിടിക്കണേ പിടിക്കണേ. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ആത്മാവിനെ പിടിക്കാൻ സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയില്ല. ലാ യസ്തഖിറൂന സഅത വലാ യസ്തഖദിമൂൻ. ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുക തന്നെ ചെയ്യും, കാരണം ഇനിയും ജീവിത ഘട്ടങ്ങളുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. പുനർജീവിപ്പിക്കുന്ന നാൾ വരെ കടക്കണ്ട ഒരു ജീവിതഘട്ടം അവർക്ക് മുന്നിലുണ്ട്. അത് 3-ാം ഘട്ടമാകുന്ന ഖബറാണ്, ഖബറാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയുടെ ചാരത്തൂടി ജന്നത്തുൽ ബഖയിലൂടെ നടക്കുമ്പോ ഒരു ഖബറിൽ വലിയ തീയാണ്, പ്രയാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സ്വഹാബത്തിനോട് പറയുകയാണ്, 2 റക്അത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് ഈ മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഖബറിൽ ശിക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ദുനിയാവിലേക്കൊന്ന് മടക്കുകയും 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് ഖബറിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഖബറിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രയാസപ്പെടുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റജബ് 27-ാം രാവുകൾ ആസ്വദിച്ച് തീർത്തതാകുന്ന മുസ്ലിമല്ലേ, മുസ്ലിമത്തല്ലേ? നോമ്പുകളും നമസ്കാരങ്ങളും ഈ റമളാനിന് മുമ്പ് ചിട്ടവെച്ചവരുണ്ടോ? എത്രയെത്ര നമസ്കാരങ്ങളാണ് ഖളാ ഉള്ളത്, എത്രയെത്ര നോമ്പുകളാണ് ഖളാ ഉള്ളത്? അതൊക്കെ വീട്ടാൻ തയ്യാറാകേണ്ട സമയമാണ്, സമയമാണ്. 30, 40, 50, 60, 70, 90 വയസ്സുകളെ തികയെത്തിയിട്ടുള്ള ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ആഖിറത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവണേ.
ദുനിയാവ് നിസ്സാരമാണ്, നിന്യമാണ്. ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ളതായ, ആഖിറത്തിന് വേണ്ടി കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് അദ്ദുനിയാ മസറഅത്തുൽ ആഖിറ. ഇവിടെ എന്തെങ്കിലും ചെയ്യണം, ചെയ്യാതെ രക്ഷപ്പെടൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നതോ മുഴുവനും തിന്മകളാണ്, എല്ലാം അശ്ലീലതകളാണ്. ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കൈയും കാലും മനസ്സും ശരീരവും ഹൃദയവും എല്ലാം ഹറാമിലേക്ക് നമ്മൾ തിരിച്ചു. ഇനി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ നേർച്ചപ്പൂരങ്ങൾക്ക് കൊടിപിടിക്കുന്നവരാ. അതിനുവേണ്ടി ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുക, 10,000 അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നു. ആരാണിത്? മുസൽമാൻ. അല്ലാഹുവിന്റെ റസൂല് ഹറാമായ ഒരു കുഴലൂത്ത് കേട്ടിട്ട് 2 ചെവിയിലേക്ക് കൈയിടിച്ച് കയറ്റിയിട്ട് പ്രവാചകൻ മണിക്കൂറുകളോളം നടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിച്ചു, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നീ ഇപ്പോൾ വല്ലതും കേൾക്കുന്നുണ്ടോ? നേരത്തെ കേട്ടതാകുന്ന ആ കിളിനാഥം പോലെയുള്ള സ്വരം ഇപ്പോൾ നീ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൈയെടുത്തത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ ശബ്ദം നിലച്ചിട്ടുണ്ട്, അത് കേൾക്കാതായിട്ടുണ്ട്. എങ്കിലും പ്രവാചകർ എത്രത്തോളം ശ്രദ്ധ ചെലുത്തി. നമ്മളിത് കേൾക്കാനായിട്ട് ഓടുക, ഉള്ള സ്ഥലത്തോട്ട് പോവാൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.